നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാരിന് പ്രായം 1 മാസം തികഞ്ഞതിന് പിന്നാലെ ആദ്യത്തെ അഴിമതി ആരോപണം ഉയർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയ്ക്ക് നികുതി ഇളവ് അനുവദിച്ചത് കർണാടക മദ്യ ലോബിക്ക് വേണ്ടിയാണെന്നാണ് ആക്ഷേപം. പുതിയ തലമുറയെ കുടിപ്പിച്ചു കിടത്തുന്ന നയം എന്ന് KCBC മദ്യവിരുദ്ധ സമിതി ആശങ്കപ്പെടുന്നു. വിമർശനത്തിന്റെ ചൂണ്ടുവിരൽ വി.ഡി. സതീശനെതിരെ തിരിയുമ്പോൾ വീര്യം കുറഞ്ഞ 2 മദ്യങ്ങൾക്ക് അനുമതി നൽകിയ മുൻ സർക്കാരിന്റെ ഇടപെടൽ ഓർമ്മപ്പെടുത്തി എക്സൈസ് മന്ത്രി M. ലിജു ഇന്ന്. കോടികൾ മറഞ്ഞുള്ള പിന്നാമ്പുറ കച്ചവടം എന്നതാണ് പുതിയ തീരുമാനത്തിന് പിന്നിലെ കാരണമായി സംശയിക്കുന്നതെങ്കിൽ ചട്ടം തിരുത്തി മുൻപിറക്കിയ ഉത്തരവിനെ ഇടതുപക്ഷത്തിന് തള്ളിക്കളയേണ്ടി വരില്ലേ? പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണത്തിന് നാൾക്കുനാൾ വീര്യം കൂടുമോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. വീര്യം കുറഞ്ഞ മദ്യപ്പോഴും വിൽക്കാം, അത് അവർക്ക് ലാഭകരമല്ല. അത് വ്യാപകമായി വിൽക്കാനാവില്ല 251% നികുതി കൊടുത്തിട്ട്. അപ്പോൾ നികുതി ഇളവ് മാത്രമേ ഞങ്ങൾ കൊടുത്തുള്ളൂ എന്നുള്ളത് അതാണല്ലോ വലിയ പ്രശ്നം. ഇതൊക്കെ കർണാടക മദ്യ ലോബിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിയല്ലേ നികുതി കുറച്ചത്. ബാക്കി ആർക്ക് കിട്ടി, എത്ര കിട്ടി എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ LDF സർക്കാർ ഇവിടെ കൊണ്ടുവന്ന മദ്യത്തിന് നികുതി ഘടന നിശ്ചയിക്കുകയാണ് പുതിയ ബജറ്റിൽ വന്നിരിക്കുന്നത്. അത് ഒരു ധനകാര്യ തീരുമാനമാണ്. ഇവിടെ വിൽപ്പന നടത്തണോ എന്നുള്ളത് ഒരു നയപരമായ തീരുമാനമാണ്. തീർച്ചയായിട്ടും UDFൻ്റെ മദ്യനയം വന്നിട്ടില്ല. കേരളത്തിൽ UDF പ്രഖ്യാപിച്ച മദ്യനയം എന്നത് LDF മദ്യനയത്തിന് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിന് അനുയോജ്യമായ തരത്തിലൊരു മദ്യനയം രൂപപ്പെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നികുതി ഘടനയുടെ പ്രഖ്യാപനമായിട്ടാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. വീര്യം കുറഞ്ഞ ലഹരി കൊടുക്കാൻ എന്നുള്ള തീരുമാനം ഗവൺമെൻറ് തിരുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. KCBCയുടെ പ്രതിഷേധം ശക്തമായി അറിയിച്ചിട്ടുണ്ട്. ലഹരി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ലഹരി തന്നെയാണ്. ഈ വിഷയം ഇന്ന് എൻകൗണ്ടർ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി അതിഥിയായുണ്ട്. CPIMൽ നിന്ന് ശ്രീ PK ഗോപൻ, സാമൂഹിക നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ, ഒപ്പം തന്നെ KCBC മദ്യവിരുദ്ധ സമിതിയിലെ ശ്രീ പ്രസാദ് കുരുവിള എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഇത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിക്കൊണ്ടൊരു പുതിയ ഘടന നിശ്ചയിച്ചപ്പോൾ അത് വലിയ വിവാദമാവുകയും ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകളും അഴിമതിയും നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷം ശക്തമായ ആരോപണം ഉന്നയിച്ചപ്പോഴും പ്രതിരോധത്തിന് ഇന്ന് എക്സൈസ് മന്ത്രി M. ലിജു ഉയർത്തിയ 2 വാദങ്ങളുണ്ട്. ഒന്ന്, വീര്യം കുറഞ്ഞ 2 മദ്യങ്ങൾക്ക് അനുമതി നൽകിയത് ഇടതുമുന്നണി സർക്കാരാണ് എന്നതാണ്. രണ്ടാമത്തേത്, ഇതിലെ നികുതി ഘടന നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. UDFന്റെ മദ്യനയം നിലവിൽ വന്നിട്ടില്ല, മറ്റേതൊരു ധനകാര്യ തീരുമാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ എക്സൈസ് മന്ത്രി ആദ്യം പറഞ്ഞ ഭാഗം ശരിയാണ്. കാരണം കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാർ 2022-23 അബ്കാരി നയത്തിൽ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന അനുവദിച്ച് ചട്ടം ഭേദഗതി ചെയ്തിരുന്നു. പക്ഷെ നികുതി ഘടന തീരുമാനിച്ചിരുന്നില്ല. അന്ന് UDF എതിർത്തിരുന്നതാണ് പ്രതിപക്ഷത്തിരുന്നത് എന്ന് താങ്കൾ ഓർക്കുമല്ലോ. അത് മദ്യമൊഴുക്കാൻ ഇടവരുത്തും, ഈ നയം അപകടകരമാണ് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു UDF പ്രതിപക്ഷത്തുള്ളപ്പോൾ. അതൊന്ന്. രണ്ടാമത്, ഈ വളരെ പ്രധാനപ്പെട്ട മദ്യ കമ്പനികൾ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിന് വേണ്ടി കേരളത്തിൽ സർക്കാരിനെ സമീപിച്ചു. അവർക്ക് നികുതി പരിഷ്കരണം ആവശ്യമായിരുന്നു. പക്ഷെ അതിന് കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാർ നിന്നുകൊടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ നഷ്ടം സർക്കാരിന് ഉണ്ടാക്കും എന്ന ധനകാര്യ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അതിനെ അനുവദിക്കാതിരുന്നത്. ഇത് രണ്ടും ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നടപ്പാക്കുകയാണ്. ഒന്ന്, നിങ്ങൾ എതിർത്തിരുന്ന ഒരു കാര്യം നിങ്ങൾ നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. 2, സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ സർക്കാർ എതിർത്തിരുന്ന അതേ കാര്യം നിങ്ങൾ ഇളവ് അനുവദിച്ചുകൊണ്ട് യഥേഷ്ടം ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കാൻ അവസരമൊരുക്കുന്ന തരത്തിൽ അതിൻ്റെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നു. എക്സൈസ് മന്ത്രി പറഞ്ഞ ന്യായത്തിന് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ ശ്രീ വസന്ത് തെങ്ങുംപള്ളി? അല്ല, നോക്കൂ, ഈ 2 സർക്കാരുകൾ തുടർച്ചയാണ്, കക്ഷികൾ മാറി വരുമ്പോഴും. പക്ഷേ LDF സർക്കാരിൻ്റെ 2 ബഡ്ജറ്റ് പ്രസംഗങ്ങൾ, ഒന്ന് 2022-23 മാർച്ച് മാസം 11-ാം തീയതി KN ബാലഗോപാലിൻ്റെ പ്രസംഗം, 33-ാമത്തെ പേജ് 64-ാമത്തെ പോയിന്റ്, പഴവർഗ്ഗങ്ങളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് എഥനോൾ ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഈ സർക്കാർ. പൈലറ്റ് പ്രൊജക്ട് എന്ന നിലയിൽ തിരുവനന്തപുരത്ത് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. പദ്ധതിക്കായി 2 കോടി രൂപ മാറ്റിവെക്കുന്നു. ഇനി 2024-25 ബഡ്ജറ്റ് പ്രസംഗം KN ബാലഗോപാൽ, 75-ാമത്തെ പേജ് 208-ാമത്തെ പോയിന്റ്,
വിദേശ മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും കയറ്റുമതി ചെയ്യാൻ സാധ്യതകൾ ഏറെയുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച പഠന വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാരിന്റെ മുമ്പിലുള്ളത്. കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട സഹായം നൽകാൻ ആവശ്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നതുമാണ്. നോക്കൂ, ആരാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന രീതിയിൽ പഴവർഗ്ഗങ്ങളിൽ നിന്ന് മദ്യം ഉണ്ടാക്കിയെടുക്കുമെന്ന രീതിയിൽ പറഞ്ഞത്? നോക്കൂ, കേരളത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ലേ പാർട്ടി സെക്രട്ടറി അന്ന്? അഡ്വക്കേറ്റ് വസന്ത് സിറിയൻ, താങ്കളും താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയും അന്ന് അതിനെ എതിർത്തിരുന്നതല്ലേ? ഇനി ഒരു കാര്യം കൂടി ഞാൻ താങ്കൾക്ക് സംസാരിക്കാൻ അവസരം തരാം. പക്ഷെ ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. താങ്കൾ പറഞ്ഞത് ഈ കശുമാങ്ങ പോലെയുള്ള പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോട്ടി ലിക്കറിന്റെ കാര്യമാണ്. ശരിയാണ്, 20 മുതൽ 30% വീര്യമുള്ള ഇത്തരം ഹോട്ടി ലിക്കറുകൾ വിൽക്കാൻ വേണ്ടി ചട്ടം ഭേദഗതി ചെയ്തു എന്നത് സത്യം തന്നെയാണ്. അന്ന് UDF അതിനെ എതിർത്തിരുന്നു, കോൺഗ്രസ് അതിനെ എതിർത്തിരുന്നു. നിങ്ങളത് മദ്യം ഇവിടെ ഒഴുക്കാൻ അവസരം ഒരുക്കുന്ന നയമാണെന്ന് വിമർശിച്ചിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെയാണെങ്കിലും അതിൽ നികുതി ഘടനയിൽ മാറ്റം വരുത്താനോ ഇളവ് നൽകാനോ കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ സർക്കാർ അത് ചെയ്തിരിക്കുന്നു. അതായത് മദ്യം ഒഴുകാൻ കാരണമാകുമെന്ന് നിങ്ങൾ അന്ന് വിമർശിച്ച അതേ കാര്യത്തിൽ മദ്യം കൂടുതൽ ഒഴുക്കാൻ ഇടവരുത്തുന്ന രീതിയിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ എല്ലാ തവണയും പറയുന്ന പോലെ സർക്കാരുകൾ തുടർച്ചയല്ലേ എന്ന ന്യായം പറയുകയാണ്. അതല്ലേ സത്യം, ശ്രീ വസന്ത് തെങ്ങുപള്ളി? അല്ല ഗോപികൃഷ്ണൻ, ആ റീഡിങ് തെറ്റാണ്. കാരണം എന്താണെന്ന് അറിയാമോ? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാറ്റഗറിയിൽ നിലവിൽ അവൈലബിൾ ആയത് ഏതൊക്കെയാണ്? അത് ബിയറും വൈനുമാണ്. ബിയർ ആൻഡ് വൈനിന് എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ് ഉള്ളത്? 180 ഒന്ന് 120 എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ഇനം മദ്യങ്ങൾക്ക് അതേതാണെന്ന് ഇനി ലിസ്റ്റ് ചെയ്യപ്പെടണം. അങ്ങ് പറഞ്ഞതുപോലെ കപ്പക്കിഴങ്ങിൽ നിന്ന് മദ്യം ഉണ്ടാക്കുമെന്നായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ഇനി അത് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തു ആയിക്കോട്ടെ, ആ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ കാറ്റഗറിയിൽ ഏറ്റവും ടോപ്പ് ക്ലാസ്സിലാണ്, ഏറ്റവും ടോപ്പ് സ്ലാബിലാണ് ഇപ്പോൾ നികുതി തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ? വീര്യം കുറഞ്ഞതിൽ ബിയറിനും വൈനിനും 80 120 ഉള്ളൂ. വീര്യം കുറഞ്ഞ മദ്യം എന്ന കാറ്റഗറി ഉണ്ടാക്കിയത് LDF ആണ്. സ്വാഭാവികമായും ആ കാറ്റഗറി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഈ സർക്കാർ തീരുമാനിച്ചത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ കാറ്റഗറിയിൽ ഏറ്റവും ഉയർന്ന സ്ലാബ് ടാക്സ് അത് ഇംപ്ലിമെന്റ് ചെയ്യാണ്. ആ മദ്യവുമായി ബന്ധപ്പെട്ട് അവിടെ എവിടെയാണ് ഒരു അഴിമതിയുടെ സ്കോപ്പ് ഉള്ളത്? എവിടെയാണ് മദ്യം ഒഴുക്കാൻ തീരുമാനിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ ഇപ്പൊ ബിയറിന് അല്ല, അങ്ങല്ല LDF അങ്ങും സൂചിപ്പിച്ചാൽ ബിയറിനേക്കാൾ അല്ലെങ്കിൽ വൈനിനേക്കാൾ താഴ്ന്ന സ്ലാബിലാണ് ടാക്സ് നമ്മൾ ഏർപ്പെടുത്തുന്നതെങ്കിൽ ആ കാറ്റഗറിയിലെ ഏറ്റവും താഴ്ന്ന സ്ലാബിൽ മദ്യം വരുന്നു. ഏത് വീര്യം കുറഞ്ഞ മദ്യം വരുന്നു. അപ്പൊ അതിന്റെ പൈസ കുറയും, അപ്പൊ കൺസംഷൻ കൂടും. താങ്കൾ പറഞ്ഞ ഒറ്റ സംശയം എനിക്കുള്ളത്, വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ യഥേഷ്ടം അല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവരാൻ മദ്യ കമ്പനികൾ മടിച്ചതിനുള്ള ഒരൊറ്റ കാരണം അതിലെ നികുതി ഘടനയിൽ മാറ്റം ഉണ്ടാകണം എന്നവരുടെ ആവശ്യം അംഗീകരിക്കാതിരുന്നത് കൊണ്ടാണ്. 42.86% വീര്യമുള്ള മദ്യം, അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്നത് വിൽക്കുന്ന അതേ നികുതി ഏതാണ്ട് 251% നൽകേണ്ടി വരും എന്നതുകൊണ്ടാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ലഭിക്കാതിരുന്നത്. ഇന്ന് നിങ്ങൾ അതിന് സാഹചര്യം ഒരുക്കിയിരിക്കുന്നു, അതിന് സാധ്യത ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. കൂടുതൽ പേരെ മദ്യത്തിലേക്ക് കൊണ്ടുവരാനും അവരെ കുടിപ്പിച്ച് കിടത്താനുമുള്ള തീരുമാനമാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നതെന്ന് മദ്യവിരുദ്ധ സമിതി ആക്ഷേപിക്കുന്നതും ആരോപിക്കുന്നതും അതുകൊണ്ടാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾ എതിർത്ത അതേ കാര്യം സർക്കാരുകൾ തുടർച്ചയാണെന്ന് ന്യായം പറഞ്ഞ് നിങ്ങൾ നടപ്പാക്കുകയാണ്. നികുതി ഘടന നിശ്ചയിക്കപ്പെടാതിരുന്നിരുന്ന ഒരു കാര്യത്തിൽ നികുതി ഇളവ് നൽകിക്കൊണ്ട് നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതല്ലേ സംഭവിച്ചത്? ഒരിക്കലുമല്ല. നികുതി ഇളവ് എന്ന വാക്ക് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റാണ്. കാരണം ഒന്ന്, ഈ നമുക്ക് നികുതി സ്ലാബ് തീരുമാനിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട് ജിയോസ് ഉണ്ട്. ആ ജിയോ വേണമെങ്കിൽ ഞാൻ വായിക്കാം, അല്ലെങ്കിൽ അങ്ങേക്ക് അയച്ചു നൽകാം. 2022 23 24 ഗവൺമെന്റ് ഓർഡറുകളുണ്ട്, ബഡ്ജറ്റ് പ്രസംഗങ്ങളുണ്ട്, ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ട്. അതാണ് ഞാൻ ഫണ്ട് അടക്കം വായിച്ചത്. ആ സർക്കാർ വലിയൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി മുമ്പോട്ട് കൊണ്ടൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിനെ കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ടാക്സ് സ്ലാബ് തീരുമാനിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അത് കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചില്ല. എന്നാൽ ഈ സർക്കാർ വരുമ്പോൾ അത് തീരുമാനിച്ചു. അപ്പൊ അങ്ങും ഇടതുപക്ഷവും പറയുന്നത് എന്താണ്? ടാക്സ് ഇളവ് കൊടുത്തു എന്ന് പറയണമെങ്കിൽ ഒന്ന് ആത്യന്തികമായ ഒരു ടെക്നിക്കൽ ഇഷ്യൂ, അതിന് നിലവിൽ ടാക്സ് ഇല്ലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇളവ് കൊടുത്തു എന്ന് പറയാൻ പറ്റുക? ഇനി അങ്ങ് പറയുന്നത് പോലെ 250+ വീര്യം കൂടിയ മദ്യത്തിന്റെ നിലവിലെ ടാക്സ് സ്ലാബ്. അത് തന്നെ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെന്തിനാണ് പ്രത്യേക ഒരു കാറ്റഗറൈസേഷൻ ഈ കാര്യത്തിൽ നടത്തുന്നത്? അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ നടത്തുന്നത് തന്നെ വീര്യം കുറഞ്ഞ മദ്യം കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അത് വിദേശ രാജ്യങ്ങളിൽ, അത് LDF ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് പ്രസംഗം തന്നെയാണ്, വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സാധ്യത പരിഗണിക്കാൻ വേണ്ടിയാണ്, സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ഉണ്ടാകുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ കാറ്റഗറിയിലുള്ള ടാക്സ് സ്ലാബ് മാത്രമാണ് നമുക്ക് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക.
അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആ കാറ്റഗറിയിൽ, അതായത് വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ കാറ്റഗറിയിലെ ഏറ്റവും ഉയർന്ന ടാക്സ് സ്ലാബാണ് ഇപ്പോൾ നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി വരും കാലങ്ങളിൽ അത് കൂട്ടണോ വേണ്ടയോ എന്നൊക്കെ സർക്കാരുകളാണ് തീരുമാനിക്കേണ്ടത്. ആ സർക്കാരുകളുടെ മദ്യനയവുമായി ബന്ധപ്പെട്ട് അതിരിക്കും. ഒന്ന്, വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നത് CPM സംസ്ഥാന സെക്രട്ടറി നേരിട്ടായിരുന്നല്ലോ. എങ്കിലും MDMA-യും കഞ്ചാവും അടക്കമുള്ളതിനെ പ്രതിരോധിക്കാൻ പറ്റൂ എന്ന ആശയമായിരുന്നല്ലോ ഇവർ പറഞ്ഞത്. ഒന്ന്. രണ്ട്, MP രാജേഷ് അടക്കമുള്ളവർക്ക് ഈ ഒരു സാമാന്യ മര്യാദ വേണ്ട വന്നിരുന്ന് ന്യായീകരിക്കാൻ. UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇവിടെ നിന്ന് പോകുമ്പോൾ 22 ബാറായിരുന്നു ഉണ്ടായിരുന്നത്. LDF ഇറങ്ങി പോകുമ്പോൾ എത്രയാ ബാറിന്റെ കണക്ക്? 800+ ആണ് കേട്ടോ, 800+. എത്ര ശതമാനത്തിന്റെ ഇരട്ടിയാ ആ കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായത്? ഈ മദ്യത്തിന്റെ ബോട്ടില് മേടിക്കുന്നവൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നാലേ 20 രൂപ തരൂ എന്ന് ലോകത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കൊടുക്കാൻ വേണ്ടി നടത്തിയ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനാണല്ലോ UDF അധികാരത്തിൽ കൊണ്ടുവന്നത്. യെസ്, തീർച്ചയായും ഗോപികൃഷ്ണൻ. അതാണ് പറഞ്ഞു വന്നത്. പാലക്കാട് ബ്രൂവറിയും ഡിസ്റ്റിലറിയും കൊടുക്കാൻ നടത്തിയ ശ്രമമൊക്കെ നമ്മൾ കണ്ടാണല്ലോ. ഇപ്പൊ UDF നയപരമായ ഒരു തെറ്റും അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു തെറ്റും ഞങ്ങൾ ആവർത്തിക്കുന്നില്ലല്ലോ ഗോപികൃഷ്ണൻ. ശരി, ഞാൻ വരാം ശ്രീ വസന്ത്. ഇനി ശ്രീ PK ഗോപനിലേക്ക് പോയ ശേഷം ഞാൻ താങ്കളിലേക്ക് രണ്ടാം റൗണ്ടിൽ വരാം. താങ്കൾ പറഞ്ഞ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന്, താങ്കൾ പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ തന്നെ പരമാവധി ആ സ്ലാബിൽ ഏറ്റവും ഉയർന്ന നികുതി കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതും. 2, ഇതിൽ നയപരമായ തീരുമാനമെടുത്തത് കഴിഞ്ഞ സർക്കാരാണ്. അതുകൊണ്ട് സർക്കാരുകളുടെ തുടർച്ചയായതുകൊണ്ട് അതിന് നികുതി ഘടന നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുമാണ്. പിന്നെ നികുതി ഇളവ് എന്നത് സാങ്കേതികമായി ശരിയല്ല, അതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. കാരണം നികുതി നിശ്ചയിച്ചിരുന്നില്ല. പക്ഷേ ഇളവ് എന്ന പ്രയോഗം നമുക്ക് നടത്തേണ്ടി വരുന്നത് അതല്ലാത്ത സന്ദർഭങ്ങളിൽ ഉണ്ടായിരുന്ന കൊടുക്കേണ്ടി വരുന്ന പൂർണ്ണമായ നികുതിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നേരത്തെ ഈ നികുതി ഘടനയിൽ മാറ്റം കൊണ്ടുവരണമെന്ന മദ്യ കമ്പനികളുടെ ആവശ്യത്തിന് വഴങ്ങാതിരുന്നു കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരെങ്കിൽ ഇത്തവണ അവർക്ക് അനുയോജ്യമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. ഐ ഹോപ്പ് ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PK ഗോപൻ, 2 കാര്യങ്ങൾ. നിങ്ങൾ വലിയ വിമർശനവും അഴിമതിയുമൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന് ആരോപണം ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം പ്രതിരോധമായി പറയുന്നത് 2 കാര്യങ്ങളാണ്. അതിലൊന്ന് ഇടതുമുന്നണിയെ തിരിഞ്ഞുകുത്തുന്നതുമാണ്. കാരണം ഈ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാനുള്ള തീരുമാനം, ചട്ടഭേദഗതിയിലൂടെ അത് നടപ്പാക്കാനുള്ള നയപരമായ തീരുമാനമെടുത്തത് ഇടതുമുന്നണിയാണ്. അങ്ങനെ എടുത്ത തീരുമാനത്തിന് നികുതി ഘടന നിശ്ചയിക്കപ്പെടാതിരുന്നിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അതിന് നികുതി നിശ്ചയിക്കേണ്ടിയിരുന്നു. അത് നിശ്ചയിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നതാണ് അവരുടെ ഒന്നാമത്തെ വാദം. ഇനി രണ്ടാമത്തേത്, ഈ ഇളവ് എന്ന പ്രയോഗം അവർ അംഗീകരിക്കുന്നില്ല. മറിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇപ്പോൾ ബിയറിനും വൈനിനും ഹോട്ടി വൈനിനുമൊക്കെ നൽകുന്ന ആ നികുതി വെച്ച് നോക്കുമ്പോൾ അതിലെ പരമാവധി നികുതി ഈടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നാണ്. ഈ 2 ആരോപണങ്ങളും ഇടതുമുന്നണി പറയുന്നത് നിലനിൽക്കില്ല എന്നതാണ് UDFന്റെ വാദം. അതെ, ഇതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീ ഗോപികൃഷ്ണൻ സത്യം. കാരണം ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ അങ്ങ് ഉയർത്തിയ ചില പോയിൻറ്സും ശ്രീ വസന്ത് പറഞ്ഞതിനോട് ക്ലബ് ചെയ്ത് ഞാൻ പറയാം. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ്, അതുകൊണ്ട് ഞങ്ങളത് തുടരുകയാണ്. ഇത് കേരളയിൽ കണ്ടായിരുന്നോ ശ്രീ ഗോപികൃഷ്ണ? ആദ്യം വന്ന് ചെയ്യാൻ ഒരുങ്ങിയ ഏറ്റവും വലിയ ഞങ്ങൾ മഞ്ഞ കുറ്റികൾ പറിച്ചു കളയുന്നു. ആയിക്കോട്ടെ, അപ്പോൾ കഴിഞ്ഞൊരു ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിനെ അവർ മാറ്റിയത്. അപ്പോൾ അവർക്ക് സ്വീകാര്യമാണെങ്കിൽ മാത്രം അത് തുടരും, അല്ലെങ്കിൽ മാറ്റുമെന്നാണല്ലോ. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ ഒരു വാദം ഒരു പ്രസക്തമായ കാര്യമല്ല. 2, ഇടതുപക്ഷം തീരുമാനിച്ചിരുന്നു. എന്താ നിങ്ങളത് ചർച്ച ചെയ്യാത്തത്? അത് കുറച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യും. ഇടതുപക്ഷം ഏത് വീര്യം കുറഞ്ഞ മദ്യത്തിനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചത്? നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലബാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശു മാങ്ങകൾ, അതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇവയിൽ നിന്ന് മദ്യം ഉണ്ടാക്കുക. ആ മദ്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. കേരളത്തിൻ്റെ തനത് മദ്യം എന്ന തരത്തിൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഗോവയിൽ ഫെനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ കശുമാങ്ങയിൽ നിന്ന്. അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറ്റ് മദ്യങ്ങളുടെ അളവ് കുറച്ചുകൂടെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാവും. എന്തായാലും മദ്യ ഉപഭോഗത്തിൽ നിന്ന് ആളുകൾ പിന്നോട്ട് പോയില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു കണക്ക് കൂടി ഞാൻ പറയാം. അദ്ദേഹം ഇവിടെ ബാറിൻ്റെ എണ്ണം കൂടിയത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത്. അത് UDFൻ്റെ ഭരണകാലത്ത് നിങ്ങളത് വേണ്ടത്ര പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2015-16 കേരളത്തിലെ ശരാശരി മദ്യ ഉപഭോഗം ബിയറും അതുപോലെ വീര്യം കൂടിയ മദ്യവും വൈനും എല്ലാം കൂടി ചേർത്ത് 356 ലക്ഷം കേസുകളാണ്. 356 ലക്ഷം കേസുകളെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മദ്യക്കുപ്പികൾ ഒരുമിച്ച് വെക്കുന്ന കവറിനെ ആയിരിക്കണം കേസുകൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമുക്ക് വേണ്ടത്ര വിവരമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു സംശയമുണ്ട്. അപ്പോൾ 356 ലക്ഷം കേസുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ LDFിൻ്റെ കാലത്ത് ശരാശരി 315 കുറഞ്ഞു. ഇത് കണക്കുകൾ ഗവൺമെൻറ്റിൻ്റെ പക്കൽ ലഭ്യമാണ്, അല്ലെങ്കിൽ വിവറേഴ്സിൻ്റെ പക്കലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ലഭ്യമാണ്. നമുക്കത് കള്ളം പറയാൻ പറ്റുന്ന കണക്കുകളല്ല. ഇപ്പം 10 വർഷം മുമ്പ് 356 ലക്ഷം കേസുകൾ വിറ്റെടുത്ത് 10 വർഷത്തിന് ശേഷം 315 ലക്ഷം കേസുകളായി കുറഞ്ഞെങ്കിൽ സാധാരണഗതിയിൽ ഒരു 400 ലക്ഷം കേസായിട്ട് വർദ്ധിക്കേണ്ടതാണ്. ആനുപാതിക വർധന ഉണ്ടാവണം. ഇവിടെ മദ്യ ഉപഭോഗം കുറയ്ക്കലാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിമുക്തി മിഷൻ, നമ്മളെല്ലാവരും അതിൽ പങ്കാളികളായിരുന്നു പല രൂപത്തിൽ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിൽ പങ്കാളികളായി കാണും, വലിയ തോതിൽ പങ്കാളികളായി കാണും. അപ്പോൾ വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ വലിയ പ്രോജക്റ്റ് പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് നടത്തിയ കൂട്ടത്തിലാണ്. വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ആ മാറ്റം ഉണ്ടായി. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴം പച്ചക്കറി വഴിയുള്ള വീര്യം കുറഞ്ഞ മദ്യം, അതിന് നികുതി കുറച്ചിരുന്നില്ല നമ്മൾ. ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? 100 രൂപ വിലയുള്ള ഒരു മദ്യം എന്നിരിക്കട്ടെ, അതിൻ്റെ നിലവിലുള്ള ടാക്സ് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിലവിലിരുന്ന ടാക്സ് 251%. അപ്പോൾ ഈ മദ്യം മേടിക്കണമെങ്കിൽ നമുക്ക് 351 രൂപ കൊടുക്കണം. ഇനി UDF കൊണ്ടുവന്ന നയമനുസരിച്ചാണെങ്കിൽ 100 രൂപ വിലയുള്ള മദ്യം വാങ്ങിക്കാൻ 220 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 131 രൂപ കേരള ഖജനായിക്ക് നഷ്ടം. ഒരു 100 രൂപയുടെ മദ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മദ്യത്തിൻ്റെ വില അതിനൊക്കെ എത്ര കൂടുതലാണ്, നമ്മൾക്ക് കണക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതായത് നികുതി ഘടന പരിഷ്കരിച്ചു എന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി സമ്മതിച്ചു. മദ്യനയം ഞങ്ങൾ കൊണ്ടുവന്നില്ല, പക്ഷേ ടാക്സ് സ്ട്രക്ചർ ഞങ്ങൾ പരിഷ്കരിച്ചു. ആ ടാക്സ് സ്ട്രക്ചർ പരിഷ്കരിക്കുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ശരാശരി നഷ്ടം 600 കോടി രൂപയാണ്. കിട്ടിക്കൊണ്ടിരിക്കുന്ന നഷ്ടമാണ്. ശ്രീ ഗോപികൃഷ്ണ, ഈ ബഡ്ജറ്റിനകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് നികുതി കുറച്ചോ? മദ്യത്തിനല്ലാതെ. ശ്രീ പി കെ ഗോപൻ, ഞാൻ അതിലൊരു സംശയം, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞത് 20 മുതൽ 30% വരെ വീര്യമുള്ള ഹോട്ടി ലിക്കർ വിൽക്കാൻ അതിനുവേണ്ടി കഴിഞ്ഞ സർക്കാർ ചട്ടം ഭേദഗതി ചെയ്തിരുന്നു. അത് ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന് താങ്കൾ പറഞ്ഞു. ഇപ്പോൾ കശുമാങ്ങയിൽ നിന്ന് അല്ലെങ്കിൽ പഴങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന നാടൻ നമ്മുടെ തനത് മദ്യം എന്ന നിലയിലാണ് എന്നതാണ് അതിലെ നിങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ നികുതി ആ സമയത്ത് നിശ്ചയിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ 251% എന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അതേ നികുതി തന്നെ നൽകേണ്ടി വരുന്നത്. നികുതി നിശ്ചയിക്കപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ ഞങ്ങൾ നികുതി നിശ്ചയിച്ചപ്പോൾ വീര്യം കുറഞ്ഞ ബിയറും വൈനിനും ഒക്കെ നിശ്ചയിച്ചിരിക്കുന്ന നികുതിയേക്കാൾ കൂടുതലാണ് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതാണ് UDF പറയുന്ന വാദം. അത് നിലനിൽക്കില്ലേ എന്നാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അല്ല, അതിലൊരു ഗൗരവമായ പ്രശ്നമുണ്ടല്ലോ. ആ പോയിന്റ് കൂടെ പറയുമ്പോഴേ അത് ക്ലിയർ ആവുകയുള്ളൂ. ഗോപീഷ് ഇടയ്ക്ക് അത് സൂചിപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന നികുതി, ഇവർ വെച്ചിരിക്കുന്ന നികുതി ആർക്കാ? നികുതി കുറച്ചത് ഏത് മദ്യത്തിനാണ്? അതായത് സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിനാണ്. സ്പിരിറ്റ് ഉപയോഗിച്ച് ആരാ സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്? ഇതിൻ്റെ ഡിമാൻഡ് ഇത് ആരാ? LDF ഗവൺമെൻറ് കാലത്ത് ഈ ആവശ്യമായിട്ട് വന്നതാ. ആരാ വന്നത്? ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളിൽ ഒന്നായ ബക്കാർഡി, അവരാണ് LDF ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇത് കൊണ്ടുവന്നത്. ഞങ്ങൾ തള്ളിക്കളഞ്ഞു. ആ ബക്കാർഡിയുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ സ്പിരിറ്റ് വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് 251% നിന്ന് അത് കൊണ്ടുവന്നിട്ട് 120% ആക്കുന്നത്. അപ്പോൾ ബക്കാർഡിയുടെ വിൽപ്പനയ്ക്ക് 1000 രൂപയുടെ വീര്യം കുറഞ്ഞ മദ്യത്തിന് എത്ര രൂപയാണ് കേരളത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നത്? 100 രൂപയ്ക്ക് നമുക്ക് 131 രൂപ നഷ്ടപ്പെടുമെങ്കിൽ 1000 രൂപയ്ക്ക് 1300 രൂപ ഈ കേരള ഖജനാവിന് ഒരു ബോട്ടിൽ ലിക്വർ വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടം വരാൻ പോവുകയാണ്. 600 കോടി രൂപ കേരളത്തിൽ നഷ്ടം. അതുകൊണ്ടാണ് അതിൽ അഴിമതി മണക്കുന്നു എന്ന് പറയുന്നത്. അത് കേരളത്തിൽ നടന്ന ഇപ്പം നടന്നിട്ടുള്ള ഇലക്ഷനിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ടാകണം. കേരളത്തിൽ UDF അമിതമായ തോതിൽ പണം ചെലവഴിച്ചതിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ടാവണം. ഇനി ഒരു കാര്യം കൂടി അതിൽ ചേർത്തോ ഗോപികൃഷ്ണ, ഇത് കർണാടക സർക്കാർ ആരാ ഭരിക്കുന്നത്? UDF ആണ് ഭരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നേതൃത്വം മദ്യക്കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ് കർണാടകയാണ്. പഴയ SM കൃഷ്ണ ഇല്ലേ, കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരിക്കുകയും പിന്നീട് BJPയിലേക്ക് പോവുകയും ചെയ്ത, നമ്മൾ ആ കാലത്തൊക്കെ ശ്രീ കരുണാകരൻ SM കൃഷ്ണയുടെ കാലത്തൊക്കെ ഈ മദ്യ ഒഴുക്കിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർണാടകത്തിൽ ഇപ്പോഴും
ബിസിനസ് മാഗ്നറ്റുകളാണ് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ബന്ധം കർണാടകവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഭാഗമായി വളരെ ആവേശപൂർവ്വം ഇന്നത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് LDFൻ്റെ മുമ്പിൽ വന്ന ആവശ്യം നിഷേധിച്ചിട്ട് LDF കേരളത്തിലെ തനത് വിഭവങ്ങൾ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുക. അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്, ടാക്സ് ഘടന നിശ്ചയിച്ചിട്ടില്ല എന്ന്. ആ ടാക്സ് ഘടന നിലവിൽ ഉള്ള മദ്യത്തിന് എത്ര ടാക്സ് ആണോ അതാണ് അതിൻ്റെ ടാക്സ്. ഇനി അത് പുതുക്കി നിശ്ചയിക്കുകയാണെങ്കിൽ തന്നെ അത് കേരളത്തിലെ കൃഷിക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന ഉൽപ്പാദനത്തിലേക്ക് വന്നാലാണ് അതിനകത്ത് ആ പുതുക്കി നിശ്ചയിക്കൽ വരുന്നത്. ഇവിടെ പഴം പച്ചക്കറി മദ്യത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്, സ്പിരിറ്റ് ഉപയോഗിച്ച് മദ്യം നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് ഈ ടാക്സ് ഇളവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ സാധാരണ മനുഷ്യർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ നിലവിലുള്ള ടാക്സ് സ്ട്രക്ചർ കൂടുതലായിരുന്നെങ്കിൽ കുറയ്ക്കാം. ഇപ്പോൾ LDFൻ്റെ കാലത്ത് നിലനിന്നിരുന്നു, കുറച്ചില്ല, ഞങ്ങൾ കുറയ്ക്കുക, ഒന്നും കുറച്ചില്ലല്ലോ. മദ്യത്തിൽ മാത്രം കുറയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ യുക്തി എന്താ? അതും ഫസ്റ്റ് ബഡ്ജറ്റിൽ തന്നെ. കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ വേണ്ടുമില്ല. കാരണം ഇവർ ഏതിനെതിരായിട്ടാണോ പറഞ്ഞത്, ഏത് കാര്യങ്ങൾ ആ എതിരായിട്ട് പറഞ്ഞതല്ല ഇപ്പോൾ അവർ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതിനവരൊരു പുതിയ ന്യായം കണ്ടുപിടിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ കിടക്കുക. നിങ്ങളുടെ ചാനലും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും അവർ പറഞ്ഞത് മുഴുവൻ അക്ഷരം പ്രതി അതുപോലെ മനുഷ്യരുടെ മുമ്പ് നിൽക്കുക. അപ്പോഴാണ് അതിനെല്ലാം തൂത്തു മാറ്റിക്കൊണ്ട് പഴയ ഒരു സോപ്പിൻ്റെ പരസ്യത്തിൽ അതെല്ലാം മറന്നേക്കും എന്ന് പറഞ്ഞ് മേശപ്പുറത്തിരുന്ന മറ്റെല്ലാ സാധനങ്ങളും തള്ളി മാറ്റിക്കൊണ്ട് ഒരു സോപ്പിൻ്റെ പരസ്യം വരുവാൻ. ആ സോപ്പിൻ്റെ പേര് പറയുന്നില്ല, അതൊരു പരസ്യമായി പോകുന്നുള്ളതുകൊണ്ട് ആ സോപ്പിൻ്റെ പരസ്യത്തിൽ കൊണ്ടുവന്നതുപോലെ ഞങ്ങൾ പറഞ്ഞതെല്ലാം തൂത്ത് കളഞ്ഞേക്കൂ, ദാണ്ടെ ഇത് വന്നിരിക്കുന്നു എന്നാണ്. ഇത് നമ്മുടെ പൊതുസമൂഹം എങ്ങനെ വിലയിരുത്തുമെന്ന് അറിയാൻ വലിയ കൗതുകമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം മദ്യം കേരളത്തിൽ അമിതമായിട്ട് ഒഴുകുന്നതിനെതിരായി വലിയ ആശങ്കകൾ പുറപ്പെടുവിച്ചിട്ടുള്ള നമ്മുടെ ഇന്നിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നറിയാൻ കേരളീയ സമൂഹം കാത്തിരിക്കുകയാണ്. താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് ഞാൻ താങ്കളിലേക്കുള്ള ചോദ്യത്തിലേക്ക് വരാം. ഒന്ന്, കേരളത്തിൽ ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കി തരുന്ന രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് മദ്യം. ആ കാര്യത്തിൽ തർക്കമില്ല. മദ്യത്തിൻ്റെ വിൽപ്പന ഓരോ തവണയും അത് റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് പുതിയ റെക്കോർഡ് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അധികാരത്തിൽ ഏത് മുന്നണി ഇരിക്കുമ്പോഴും അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഘട്ടം ഘട്ടമായി കേരളത്തിലെ മദ്യ ഉപഭോഗം കുറച്ചു കൊണ്ടുവരികയാണ് മദ്യനയത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന്. പക്ഷേ എന്നാൽ മദ്യം യഥേഷ്ടം ഇവിടേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും പരമാവധി സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഇവരാരും പിന്നാക്കമല്ല. അതിൻ്റെ ഒരു തുടർച്ചയായി വേണ്ടേ നമുക്ക് ഈ തീരുമാനത്തെയും കാണാൻ. രണ്ട്, PM ശ്രീ പോലെയുള്ള പദ്ധതികൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എതിർക്കുകയും ഭരണപക്ഷത്ത് വന്നപ്പോൾ സർക്കാരുകൾ തുടർച്ചയല്ലേ, തെരുവിൽ പറഞ്ഞത് അധികാരത്തിലിരിക്കുമ്പോൾ പറയാൻ കഴിയുമോ എന്ന് മന്ത്രിമാർ ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും പറയുന്നു ഇതും സർക്കാരുകൾ തുടർച്ചയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നികുതി ഈ ഘടനയിൽ ഇങ്ങനെയൊരു മാറ്റം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, ശ്രീ CR നീലകണ്ഠൻ, സർക്കാരുകൾ ഏറ്റവും സജീവമായി തന്നെ ഈ മദ്യവിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ വിമുക്തിയെ പറ്റിയൊക്കെ ശ്രീ PK ഗോപൻ പറഞ്ഞു, വിമുക്തി മിഷനെ പറ്റിയൊക്കെ. എങ്ങനെയാണ് സർക്കാരിന് ഒരു ഭാഗത്ത് മദ്യം യഥേഷ്ടം വരാനുള്ള സാധ്യതകൾ ഒരുക്കുകയും അതിനുവേണ്ടിയുള്ള കവാടങ്ങൾ തുറന്നിടുകയും മറുഭാഗത്ത് ഈ മദ്യം ഉപയോഗിക്കരുത് എന്ന് ക്യാമ്പയിൻ ചെയ്യാനും കഴിയുക? എത്ര ആർജവത്തോടെ അത്, എത്ര ആത്മാർത്ഥതയോടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന സംശയവും നിലനിൽക്കുന്നു. അതിനോടൊപ്പമാണ് ഇതിന് പിന്നിൽ ഉയർന്നിരിക്കുന്ന അഴിമതി ആരോപണം. ഇതിലേതൊക്കെ ഭാഗങ്ങളിൽ ശ്രീ CR നീലകണ്ഠൻ താങ്കൾ യോജിക്കും? ഒറ്റ കാര്യം ഞാൻ പ്രേക്ഷകരുടെ ഇതിനിടയിൽ പറയട്ടെ, ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്ന നിലയിൽ മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. ശ്രീ CR നീലകണ്ഠൻ. ഗോപീഷ്ണൻ പറഞ്ഞ ഒരു കാര്യത്തോട് 100% യോജിക്കുന്നു. മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു മത്സരം സർക്കാരുകൾ തമ്മിലുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യമായി. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഇപ്പോൾ ഗോപൻ പറഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ ഞാൻ ചലഞ്ച് ചെയ്യുന്നുണ്ട്, അത് നിൽക്കാം, അത് വരാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവരിപ്പോൾ UDF ഇപ്പോഴും പറയുന്നത് 30 മദ്യഷാപ്പിൽ 30 ബാറുകളിൽ നിന്ന് 800-ൽ പരം ബാറുകളിലേക്ക് മാറി. വലിയ അഴിമതി അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് സാമാന്യ തലയ്ക്ക് വെളിവുള്ള ആർക്കും മനസ്സിലാവും. കാരണം ഓരോ ബാർ അനുവദിക്കാൻ എത്ര രൂപ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കറിയാം, അതൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട്. മാത്രമല്ല, ഗോപൻ പറഞ്ഞ കണക്കിനോട് എനിക്കുള്ള വിയോജിപ്പ്, ഈ ബാർ കൂടുന്നതോടുകൂടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ മദ്യവിൽപ്പന കുറയും. കാരണം ബാറിൽ വിൽക്കുന്നത്, ഞാൻ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ അത് പഠിച്ചിട്ടുള്ള ഒരാളാണ്, ബാറിൽ വിൽക്കുന്നത് വലിയ തോതിൽ വ്യാജമദ്യം എന്ന് പറഞ്ഞാൽ സിവിൽ സപ്ലൈസ് അല്ലാത്ത മദ്യങ്ങളാണ്. അത് ഇവിടുത്തെ ഏത് എക്സൈസ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചാലും അറിയാം. അതുകൊണ്ട് സിവിൽ സപ്ലൈസ് വിൽക്കുന്ന കണക്കും ബാറില്ലാതെ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 30 ബാറുള്ള കാലത്ത് നിങ്ങൾ വിറ്റിരുന്ന മദ്യവും 850 ബാർ വരുമ്പോൾ ആ ബാറിൽ വിൽക്കുന്ന
അനധികൃത മദ്യവും അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് അല്ലാത്ത മദ്യവും ചേർത്താൽ ഒരു സംശയവും വേണ്ട, ഈ കണക്കിൽ ഒന്നുമില്ല. കേരളത്തിൽ മദ്യ ഉപഭോഗം നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിമുക്തിക്ക് വേണ്ടി ഞാനും നിന്നിട്ടുണ്ട്, പക്ഷേ വിമുക്തി ഒന്നുമില്ല. അത് ഇപ്പോഴും കൂടാണ്. ഇപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഭരണം തുടർച്ചയാണ്. ഭരണം തുടർച്ചയാണെങ്കിലും 2 രാഷ്ട്രീയത്തിനാണ് ആളുകൾ വോട്ട് ചെയ്തത്. ഇപ്പോൾ 800 ബാർ കൊണ്ടുവന്ന ഗവൺമെൻറ്റിനെതിരായി തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. എന്താണ്, മദ്യം കൂട്ടിയാൽ മയക്കുമരുന്ന് കുറയുമെന്ന് പറഞ്ഞു. കുറഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും കൂടി, മദ്യത്തിൻ്റെ ഉപയോഗവും കൂടി. അപ്പോൾ മദ്യം വന്നുകൊണ്ട് മയക്കുമരുന്ന് കുറഞ്ഞൊന്നുമില്ല. അന്ന് ഇടതുപക്ഷം അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിരുന്നു, അതൊന്നും കുറഞ്ഞില്ല. മയക്കുമരുന്ന് കൂടുന്നുണ്ട്. ഇപ്പോൾ തൂഫാൻ വരുന്നുണ്ട്, ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. വിമുക്തി പോലെ തന്നെ തൂഫാനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ്. മയക്കുമരുന്ന് വളരെ ഗുരുതരമാണ്. ഇനി കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയാണ് എന്ന് പറയുന്നതിലെ ഒരു പ്രശ്നമുള്ളത്, അത് അങ്ങനെ തുടർച്ചയാവാൻ പറ്റില്ലല്ലോ. ഏതെല്ലാം കാര്യത്തിൽ തുടർച്ചയാവാം. ഇപ്പോൾ നേരത്തെ വസന്ത് പറഞ്ഞ കാര്യം, കഴിഞ്ഞ സർക്കാർ പച്ചക്കറിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു. ശരി, ഇപ്പം ഇവിടെ പഴം പച്ചക്കറിയിൽ നിന്നുള്ള മദ്യമാണോ എന്ന ഗോപൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. സ്പിരിറ്റിൽ നിന്നുണ്ടാക്കുന്ന മദ്യത്തിനാണ് ഈ പുതിയ നികുതി കൊടുത്തിട്ടുള്ളതെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണെന്നത് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് പഴം പച്ചക്കറിയുടെ എന്തിനാ പറഞ്ഞ് അന്ന് നികുതി ഘടന ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ നികുതി കൂട്ടിയെന്നൊന്നും പറയുന്നില്ല, അത് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം. അന്ന് നികുതി വച്ചിട്ടില്ല. ആ മദ്യം വീര്യം കുറഞ്ഞ മദ്യമാണെങ്കിൽ ഒരു പക്ഷേ ബിയറിൻ്റെയും വൈനിൻ്റെ ഇടയിലുള്ള ഒരു റേറ്റ്, അങ്ങനെയാണല്ലോ വീര്യം നോക്കിയിട്ടാണല്ലോ നമ്മൾ ടാക്സ് വയ്ക്കണേ. അതിനും ഒരു തെറ്റുണ്ട്. യഥാർത്ഥത്തിൽ മദ്യത്തിൻ്റെ വില കുറയുമ്പോൾ അല്ലെങ്കിൽ മദ്യം ലഭ്യത കൂടുമ്പോൾ മദ്യ ഉപഭോഗം കൂടുമെന്ന് പറയേണ്ടതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനൊരു തെളിവും ആവശ്യമില്ല. നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ PMശ്രീയുടെ കാര്യം പറഞ്ഞു, അത് തന്നെയാണ് PMശ്രീയുടെ കാര്യത്തിലും പറയാനുള്ളത്. ഇപ്പോൾ എലപ്പുള്ളിയിൽ ബാർ കൊണ്ടുവരാൻ, അല്ല അവിടുത്തെ മറ്റേ ബിവറേജസ് കൊണ്ടുവരാൻ നടത്തിയ ശ്രമം, അത് ബിവറേജസിൻ്റെ മാത്രം പ്രശ്നമല്ല, അവിടുത്തെ പാരിസ്ഥിതികവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ബിവറേജസ് കൊണ്ടുവരാനുള്ളതിനെ വളരെ ശക്തമായി എതിർത്തവരാണ് നമ്മളൊക്കെ. ഒരുപാട് പേര് അതിനെ എതിർത്തു. UDF എന്ന് അതിനെ സപ്പോർട്ട് ചെയ്തു. ചിലരൊക്കെ എതിർത്തുണ്ടാവും. ഞാൻ പറഞ്ഞ് അതിനനുകൂലിച്ചിട്ടുണ്ട് സമരത്തെ. അങ്ങനെയാണ് അതവിടെ വരാൻ കഴിയാതെ പോയത്. അതിന് പഞ്ചായത്ത് അനുമതി കൊടുക്കാതിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അവസാനം ഗവൺമെൻറ് തന്നെ ആ പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്ത മാതിരി. ഇനി അറിയില്ല, കഴിഞ്ഞ ഗവൺമെൻറ് തുടർച്ചയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെയോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തോ കഞ്ചിക്കോടോ വേറെ എവിടെയെങ്കിലും ബാറ് ഈ ഗവൺമെൻറ് അല്ല ഈ ബിവറേജ് കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞ തുടർച്ച എന്ന് പറയുന്നത് അതിൽ ഏത് ഇടർച്ചയുണ്ടോ അത് മാറി തുടർച്ച വേണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ ഗവൺമെൻറ് കളഞ്ഞു ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തുടരണം, അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അതിനാണ് നിങ്ങൾക്ക് 102 സീറ്റ് തന്നത്. കേരള ജനത നിങ്ങൾക്ക് 102 സീറ്റ് തന്നത് ഇത് തിരുത്താൻ തന്നെയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത് തെറ്റ് തന്നെയായിരുന്നു, ഒരു സംശയമില്ല. 850 ബാറിലേക്ക് പോയത് ഗോപനത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 100% ഞാൻ പറയുന്നു തെറ്റായിരുന്നു. വ്യാപകമായി ബാർ വരിക, ബിയർ പാർലർ വരിക, വൈൻ പാർലർ വരിക, അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ഇതും തെറ്റാന്ന് പറയണം. മാത്രമല്ല ഇതിലുള്ള ഒരു പ്രശ്നമുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് കൺട്രോൾഡ് അല്ലാതെ വിൽക്കാൻ കഴിയുന്നതാണ്. ബിവറേജസ് വഴിയല്ലാതെ വിൽക്കാൻ കഴിയുമെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല. നമുക്ക് വിദേശങ്ങളിലൊക്കെ ഉള്ളതുപോലെ, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളതുപോലെ വഴിയിൽ നിന്ന് നമുക്ക് ബിയർ വാങ്ങിച്ച് കുടിക്കുന്ന പോലെ ഇത് കിട്ടുമോ അതും അറിയില്ല. അതിന്റെ നിയന്ത്രണം ഞാൻ എന്റെ നിയമം നോക്കിയിട്ടില്ല. ഈ മദ്യം എങ്ങനെയാണ് UDFന്റെ മദ്യനയം വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ മദ്യനയം ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാമെന്നാണ്. അത് അതിലേറെ വിചിത്രമായ ഒരു ന്യായമാണ്. അതായത് വാതിലെല്ലാം തുറന്നിട്ട് കൊടുത്തിട്ട് ഇനി ഇതിലൂടെ കൊതുക് കയറുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാമെന്ന് പറയുന്നത് പോലെയാണ്. അല്ല, അത് മാത്രമല്ല, ഇതാണ് മദ്യനയത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ആ മദ്യനയം വളരെ അപകടകരമാണെന്ന് ഇപ്പൊ തന്നെ പറയേണ്ടി വരും. ഇതാണ് അതിന്റെ പ്രിക്കർസർ. നമ്മൾ പറയില്ലേ, ഒരു ട്രെയിലറാണ് ഇത്. ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടാലേ സിനിമയെ പറ്റി നമുക്കൊരു പിടി കിട്ടുമല്ലോ. ഇതാണ് ട്രെയിലർ എങ്കിൽ സിനിമ വളരെ അപകടം പിടിച്ചതാവും എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇതിൽ കൃത്യമായി തന്നെ സ്പിരിറ്റഡ് മദ്യമാണെങ്കിൽ അതിന് ഇത്ര ഇപ്പോൾ ബിയറിന് വിസ്കിയേക്കാളും ഗ്രാൻഡിയേക്കാളും കുറഞ്ഞ ടാക്സ് ഏർപ്പെടുത്തിയ എന്തിനാ? വൈനെന്താ കുറച്ച് ഏർപ്പെടുത്തിയത്? അതിന് കാരണം അത് വീര്യം കുറഞ്ഞതാണ്. അപ്പോൾ വീര്യമനുസരിച്ച് നിങ്ങൾ കൃത്യമായി ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ വരുമാനം അഴിമതി, ഞാൻ ഈ അഴിമതിയെ പറ്റി ഞാൻ തർക്കിക്കാൻ തയ്യാറല്ല. കാരണം മദ്യം എന്ന് പറയുന്നത് തന്നെ ഒരു അഴിമതിയാണ്. പിന്നെ ഇപ്പോൾ അത് ഇയാൾ മേടിച്ചോ അയാൾ മേടിച്ചോ എന്ന് എനിക്കറിയില്ല, അറിയേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാലോ, ഒരു ബാർ കോഴ എന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ വിവാദം ഉണ്ടാക്കിയത് ഇടതുപക്ഷം. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? ഏറ്റവും കൂടുതൽ ബാർ കൊടുത്തത് അവരാണ്. അപ്പോൾ അതൊന്നുമില്ല. അത് പിന്നെ ഇവർ വന്നാലും കൊടുക്കും. ഇവരിപ്പോൾ ഈ ബാറൊന്നും പൂട്ടാൻ പോകില്ല. ഉമ്മൻചാണ്ടി പൂട്ടിയമാതിരി ഇവർ ബാർ പൂട്ടും ഇല്ല. അതൊരു കാമധേനുവാണ് വേണു. മദ്യം ഒരു കാമധേനുവാണ് സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും. അത് ജനങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ദുരന്തമുള്ളൂ. ഇവിടെ കുട്ടികൾ പോലും
ഈ മദ്യം വാങ്ങി കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ശരി. കുട്ടികൾ ശരി അങ്ങനെ ശരി വന്നാൽ സിആർ, ഞാൻ എന്നാൽ വരാം. അതെവിടെയാണ് ഞാൻ എത്തുക? അടുത്ത റൗണ്ടിൽ ഞാൻ താങ്കളിലേക്ക് വരാം. KCBC മദ്യവിരുദ്ധ സമിതിയിലെ ശ്രീ പ്രസാദ് കുരുവിള ഉണ്ട് നമ്മളോടൊപ്പം. ശ്രീ പ്രസാദ് കുരുവിള, ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതിൽ താങ്കൾ പരിഭവം വിചാരിക്കരുത്, ക്ഷമിക്കണം. കാരണം ഈ മദ്യവിരുദ്ധ സമിതിയുടെയൊക്കെ നിലനിൽപ്പ് അല്ലെങ്കിൽ പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണോ സർക്കാരുകൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് ഈ പുതിയ തീരുമാനത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം, സമീപനം? KCBC മദ്യവിരുദ്ധ സമിതി നിലവിൽ വന്നിട്ട് 2.5 പതിറ്റാണ്ട് കഴിഞ്ഞു, ഏകദേശം 27 വർഷങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് ഒരു കാലത്തും KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രസക്തി നഷ്ടപ്പെടില്ല എന്ന് ഞാൻ മുൻകൂറായിട്ട് ശ്രീ ഗോപികൃഷ്ണനോട് അറിയിക്കുകയാണ്. നമുക്കറിയാം, മദ്യ നിരോധനത്തിൻ്റെ ഘട്ടങ്ങൾ പ്രഖ്യാപിച്ച 2 സർക്കാരുകൾ മുൻകാലത്ത് നമുക്കുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ. ഒന്ന് 96 ശ്രീ AK ആന്റണി ചാരായം നിരോധിച്ചു. ആ ചാരായ നിരോധനത്തെ പിന്നീട് വന്ന യാതൊരു സർക്കാരുകൾക്കും അട്ടിമറിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയത്തക്ക കാര്യമാണ്. അതിനുശേഷം നമുക്ക് അടുത്ത കാലത്ത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ 2016 ഇവിടെ 29 ബാറുകൾ, ഇവിടെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 29 ബാറുകൾ ഒഴികെ കേരളത്തിലെ മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടിയ ഒരു സാഹചര്യമുണ്ടായി. അതിനെ കേരളത്തിലെ മുക്തകണ്ഠം ജനങ്ങളും പ്രശംസിച്ചു. അതിനുശേഷം പിണറായി സർക്കാർ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്ത് മദ്യനയത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ മയക്കുമരുന്നുകളുടെ കാര്യത്തിലും ഈ സംസ്ഥാനത്തുണ്ടാക്കിയ ഡാമേജ് എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ്. നമ്മൾ കണ്ടൊരു കാര്യമാണ് എത്രമാത്രം വലിയ ഡാമേജ് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായെന്ന്. അപ്പോൾ ആ ഒരു ഡാമേജ് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് മുന്നണി ഉൾപ്പെടെയുള്ളത് ഇവരെല്ലാം കണ്ടു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവർ അവർ അധികാരത്തിൽ വന്നപ്പോൾ കുറേയേറെ കൊള്ളാവുന്ന ജനത്തിന് അനുകൂലമായ കുറേയേറെ പരിഷ്കാരങ്ങൾ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. അതൊക്കെ ഏറ്റവും മുക്തകണ്ഠം VDS സർക്കാരിനെ നമ്മൾ അനുമോദിക്കുകയും ചെയ്യുക. പക്ഷേ എന്നിരുന്നാലും മയക്കുമരുന്നുകൾക്കെതിരെ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഈ ഗവൺമെൻറ് VDS സർക്കാർ നടപടി സ്വീകരിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കിക്കൊണ്ട് മടയിൽ ചെന്ന് മാളത്തിൽ ചെന്ന് അടിച്ചൊതുക്കുന്ന നടപടി സ്വീകരിക്കുന്നു ഈ സർക്കാർ. ഈ മാരക രാസലഹരികൾക്കെതിരെ, മയക്കുമരുന്നുകൾക്കെതിരെ, കഞ്ചാവിനെതിരെ, MDMA-ക്കെതിരെ പോലുള്ള മയക്കുമരുന്നുകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിന് KCBC മദ്യവിരുദ്ധ സമിതി എല്ലാവിധ പിന്തുണയും നമ്മൾ അറിയിക്കുകയാണ്. അതിനിടയിലാണല്ലോ ഈ മദ്യനയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇപ്പോൾ ശ്രീ M. ലിജു പറയുന്നത് മദ്യനയം രൂപീകരിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ചർച്ചയിലേക്ക് പോലും കടന്നിട്ടില്ല എന്നാണ്. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കി 23-ലും 25-ലും ഒക്കെ ആയിട്ട് പല പരിഷ്കാരങ്ങളും വരുത്തി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണല്ലോ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യോൽപാദനം എന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ച എന്നോണം ഈ VDS സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇളം തലമുറയായിരിക്കും, നമ്മുടെ ജെൻസി ആയിരിക്കും. ഈ VD സതീശൻ, ബഹുമാനായ VD സതീശനൊക്കെ പറയുന്ന പോലെ ജെൻസി എന്ന് പറയുന്ന പോലെ ആ ജെൻസി ആയിരിക്കും. കാരണം ഈ നയം നിശ്ചയമായിട്ടും മദ്യപാനികൾക്ക് വേണ്ടിയുള്ളതല്ല നമുക്കറിയാം. കാരണം വീര്യം കുറഞ്ഞ മദ്യം മദ്യപാനികൾ ഉപയോഗിക്കില്ല. അവർക്ക് ഓരോ ഘട്ടത്തിൽ ഒരു ആദ്യത്തെ തവണ വെള്ളം ഒഴിച്ച് ഉപയോഗിച്ചെങ്കിൽ അതിനുശേഷം അവർ സോഡയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കും. അത് കഴിഞ്ഞ് വെള്ളം ചേർക്കാതെ കഴിക്കും. പിന്നെ അവർക്ക് ഈ പറയുന്ന വിഭാഗത്തിന് ഒരു കാരണവശാലും ഈ വീര്യം കുറഞ്ഞ മദ്യം ആവശ്യമില്ല. പിന്നെ ആർക്കാ ആവശ്യം? അത് നമ്മുടെ ജെൻസിക്കാണ്. അപ്പം മദ്യവരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നയമായിട്ട് ഇതിനെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയും ഒക്കെ ആയിട്ട് സ്ത്രീകൾക്ക് കുറേയേറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഓർഡിനറി ബസ്സുകളിൽ മുഴുവൻ സൗജന്യങ്ങൾ കൊടുക്കുകയും ഈ മദ്യത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാകാൻ തക്കവിധം, ഇളം തലമുറ മദ്യപിക്കാൻ തക്കവിധം ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് അവർ പുതുതലമുറ അതിലേക്ക് കടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ ദുരന്തങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് ഈ പറയുന്ന വീടുകളിലിരിക്കുന്ന അതേസമയം തന്നെ വേറെ ഒരു വിഭാഗം വാദിക്കുന്നു, ഈ രാസലഹരിയിലേക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സിലേക്കൊക്കെ കുട്ടികൾ പോകുന്നതിനേക്കാൾ നല്ലതാണ് ഇതുപോലെയുള്ള വീര്യം കുറഞ്ഞ ഇത്തരം സംഭവങ്ങൾ, അല്ലെങ്കിൽ അവർ അതിലേക്കൊരു ഡൈവേർഷൻ വരികയാണെങ്കിൽ എന്ന് പറയുന്നവർ പോലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശ്രീ പ്രസാദ് കുരുവിള.
അല്ല, അവര് പറയുന്നത് ശുദ്ധ മണ്ടത്തരവ. അവര് പറയുന്നത് മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ടാണ് മയക്കുമരുന്നുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറെ വർദ്ധിച്ചതെന്നാണ്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും, കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ഇത്രയധികം മദ്യശാലകളും മദ്യം ഒഴുക്കിയ ഒരു കാലഘട്ടമില്ല. അതിന്റെ ഇടയിൽ കൂടിയാണ് കേരളത്തിന്റെ മുക്കിലും മൂലയിലും മയക്കുമരുന്നുകൾ വ്യാപിച്ചത്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും മയക്കുമരുന്നുകൾ വ്യാപിച്ചല്ലോ. അന്യ സംസ്ഥാനത്തു നിന്ന്, അതായത് കർണാടകത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, മറ്റു സംസ്ഥാനത്തിൽ നിന്ന്, മറ്റു രാജ്യത്തു നിന്ന് പോലും നമ്മുടെ സംസ്ഥാനത്തേക്ക് മയക്കുമരുന്നുകൾ വന്നു. മദ്യം യഥേഷ്ടം കേരള സംസ്ഥാനത്ത് ചരിത്രത്തിലധികം ഇത്രയും മദ്യം ഉണ്ടായ ഒരു കാലഘട്ടമില്ല. അതിനിടയിൽ കൂടി ആ സമയത്ത് മയക്കുമരുന്ന് ഉണ്ടായി. അപ്പം അതൊക്കെ ഒരു വിരോധാഭാസ. ഈ മദ്യം ഉപയോഗിക്കുന്നവനും മദ്യം കൊടുക്കുന്നവനും മദ്യത്തിന്റെ തൊഴിലാളികളും അവരുടെ പാർട്ടിക്കാരും ഒക്കെ ഇതിനെ ന്യായീകരിക്കും. മയക്കുമരുന്നാണ് ഏറ്റവും വലിയ ആപത്ത്. മയക്കുമരുന്നാണ് ഏറ്റവും വലിയ ആപത്ത്. നമ്മളും പറയുന്നു മയക്കുമരുന്ന് നിശ്ചയമായിട്ടും അപകടകരമായ കാര്യമാണ്, വളരെ വലിയ അപകടകരമായ. അതിനെ നിരോധിക്കുകയും അതിന്റെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണം. പക്ഷേ അതിനിടയിൽ കൂടി മദ്യമെന്ന ലഹരി ഒരു നാട്ടില് വരുത്തി വയ്ക്കുന്ന വിപത്ത് എത്രമാത്രമുണ്ടെന്നുള്ള ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ തടയിടുവാനുള്ള ഒരു സാഹചര്യം കൂടെ നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. മറിച്ച് ഈ എല്ലാവരും പറയുന്ന ടാക്സ് ദീപസ്തംഭം മഹാശ്വരം നമുക്കും കിട്ടണം പണം എന്നുള്ള ചിന്തയാണ് ഈ വിഭാഗത്തിനൊക്കെ തന്നെ. പക്ഷേ ഇതിനിടയിൽ കൂടി ജനങ്ങൾ ദുരിതം അനുഭവിക്കും. നമുക്കറിയാമല്ലോ, സ്വന്തം അമ്മയുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കുന്ന മകനെ നമ്മൾ കാണുന്നില്ലേ? ഓടിച്ചിട്ട് വെട്ടുന്ന അപ്പനെ നമ്മൾ കാണുന്നില്ലേ? എത്രമാത്രം വിപത്തുകള്, ഗാർഹിക അതിക്രമങ്ങൾ ഈ മദ്യപാനം മൂലം. 100% ഞാൻ യോജിക്കുന്നു ശ്രീ പ്രസാദ് കുരുവിള. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കേരളത്തിലെ സാമൂഹിക അസ്വസ്ഥതകൾക്ക് വലിയൊരു അളവിൽ മദ്യവും മയക്കുമരുന്നും ഒക്കെ കാരണമാകുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രമല്ല, പുതിയ തലമുറയെ മദ്യത്തിലേക്ക് ആകൃഷ്ടരാക്കുന്ന, അവരുടെ സ്വാഭാവിക ബുദ്ധിയെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ വിപത്ത് വ്യാപിക്കാൻ ഇടയാക്കുന്നതാണെങ്കിൽ താങ്കളെപ്പോലുള്ള മദ്യവിരുദ്ധ സമിതി പ്രവർത്തകർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രതിഷേധങ്ങൾ ഉയർത്താനുണ്ട് എന്ന് തന്നെയാണ് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നത്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, താങ്കൾക്ക് ഇതിനെല്ലാം മറുപടി പറയാനുണ്ടാകും എന്നെനിക്കറിയാം. താങ്കളിലേക്ക് എൻ്റെ ചോദ്യം വരുന്നതിന് മുൻപ് നമുക്ക് എക്സൈസ് മന്ത്രി എം ലിജു ഇന്ന് പറഞ്ഞൊരു കാര്യം കേൾക്കാം. നിലവിൽ കേരളത്തിലെ UDF ഗവൺമെൻറ് എനിക്ക് മനസ്സിലായിടത്തോളം അതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ ഇല്ല. അതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്ന ഒരു സാമ്പത്തിക തീരുമാനമാണ്. നിലവിൽ ധനകാര്യ വകുപ്പിലെ GST വകുപ്പ് സെയിൽ ടാക്സ് സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്നതിൽ നിന്നും ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു തീരുമാനവും ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല. എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ നയപരമായ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണോ വേണ്ടയോ എന്നുള്ള നയപരമായ തീരുമാനത്തിൻ്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത്തരമൊരു നയപരമായ തീരുമാനവും എക്സൈസ് വകുപ്പ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. ശരി, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഈ ദേവസ്വം വകുപ്പിലെ സ്പെഷ്യൽ പ്ലീഡറുടെ കേസ് പോലെ മന്ത്രിയും വകുപ്പും ഒന്നറിയാതെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു തീരുമാനമാണോ ഇതും? കാരണം നികുതി കുറച്ചത് എക്സൈസ് വകുപ്പ് അറിയാതെയാണ് എന്നാണ് മന്ത്രി എം ലിജു പറയുന്നത്. അപ്പോൾ മന്ത്രി അറിയാതെ മുഖ്യമന്ത്രി എടുത്തൊരു തീരുമാനമാണോ ഈ പുറത്തു വന്നിരിക്കുന്നത്? കാരണം ഞാനത് ചോദിക്കാൻ കാരണം ആരോപണം കർണാടക മദ്യ ലോബിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി എന്നതാണ്. MP രാജേഷ് ഇന്ന് പറഞ്ഞത് ഇലക്ഷനൊക്കെ കഴിഞ്ഞതല്ലേ, എത്ര കിട്ടി, ആര് വാങ്ങി എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. ഗുരുതര സ്വഭാവമില്ലേ ആ ആരോപണത്തിന്? അല്ല ഗോപികൃഷ്ണൻ, കർണാടകയിൽ ഒരു മദ്യലോബി ഉണ്ടെന്നും അവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്നൊക്കെ MP രാജേഷിനും ഗോപനും ഒക്കെ അറിയാവുന്നത് മുൻകാല പരിചയമുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മദ്യനയമൊക്കെ സ്വീകരിക്കുമ്പോൾ കർണാടകയിൽ നിന്നൊരു ലോബി വരുമെന്നും ആ ലോബി കൊണ്ടുവന്ന് പൈസ തരുമെന്നൊക്കെ ഇവർക്ക് മുൻകാല അനുഭവങ്ങൾ കാണും. അതുകൊണ്ടായിരിക്കും അവരിപ്പോഴും അതിങ്ങനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2-3 നുണകൾ ശ്രീ ഗോപൻ ഈ ചർച്ചയിൽ പറഞ്ഞു. അതിൻ്റെ അകത്ത് എനിക്ക് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അത് ഏറ്റുപിടിച്ചാണ് മറ്റു പാനലിസ്റ്റുകളും പറഞ്ഞത്. ഒന്ന്, പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള മദ്യത്തിനെ മാത്രമാണ് വീര്യം കുറഞ്ഞ മദ്യമായി കാറ്റഗറൈസ് ചെയ്യാൻ LDF സർക്കാർ തീരുമാനിച്ചതെന്ന്. തെറ്റാണ്. ഞാനൊരു ഓർഡർ വായിക്കാം. ഗവൺമെൻറ് ഓർഡർ 18/2022 നികുതി വകുപ്പും എക്സൈസ് വകുപ്പും 2022-23 സാമ്പത്തിക വർഷത്തെ LDF സർക്കാരിൻ്റെ മദ്യനയം പ്രഖ്യാപിച്ച് പുറപ്പെടുവിച്ച GO ആണത്. ആ GOയുടെ 8ാമത്തെ പേജ് 25ാമത്തെ പോയിന്റ്, ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ, അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു, ആ കമ്മീഷന്റെ ശുപാർശയുടെ പുറത്താണ് കേട്ടോ, വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതിന് പുറത്ത് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള മദ്യം എന്ന് സെപ്പറേറ്റ് ഒരു മദ്യനയത്തിലും LDF പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്പിരിറ്റിൽ നിന്ന് ഈ പറയുന്ന 20% വരെ ആൽക്കഹോളിക് കണ്ടന്റുള്ള മദ്യം ഉണ്ടാക്കിയാലും അത് LDFന്റെ നയപ്രകാരവും
അനുവദനീയം തന്നെയാണ്. അവർ മുമ്പോട്ട് വെച്ച അവരുടെ ഈ പറയുന്ന മദ്യനയമാവട്ടെ അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റ് പ്രശ്നങ്ങളാവട്ടെ, അവിടെ ഒരിടത്തും ഈ പറയുന്ന പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള മദ്യം പ്രോത്സാഹിപ്പിക്കണമെന്നും ഉൽപ്പാദിപ്പിക്കണമെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. 2 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. കപ്പയിൽ നിന്ന് മദ്യം ഉണ്ടാക്കുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷേ മദ്യനയത്തിൽ ഒരിടത്ത് പോലും പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നുള്ള മദ്യം എന്ന് സെപ്പറേറ്റ് എടുത്തു പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ആ 20% ആൽക്കഹോളിക് കണ്ടന്റുള്ള ഈ പറയുന്ന ലിക്വർ കണ്ടന്റുള്ള മദ്യം ഉണ്ടാക്കിയാലും അതും അനവദനീയമാണ്. ആര് പ്രകാരം? LDF പ്രകാരം. ഇനി രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട്. അങ്ങ് പറയുന്നത് പോലെ ഇന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞത് ശരിയാണ്. UDF സർക്കാരിൻ്റെ മദ്യനയം ഇതുവരെ പുറത്തു വന്നിട്ടില്ല, അത് രൂപീകരിച്ചിട്ടില്ല. അത് രൂപീകരിച്ചാൽ മാത്രമാണ് ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിൽ ഏത് കാറ്റഗറിയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിക്കുക. അത് ഇതുവരെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞില്ലല്ലോ. ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ എന്താ? വീര്യം കുറഞ്ഞ മദ്യം എന്നൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിക്ക് ഞങ്ങൾ 170% ടാക്സ് ഏർപ്പെടുത്തുന്നു എന്ന് മാത്രമാണ്. അതിൽ ഏതൊക്കെ മദ്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, അതിൽ ഈ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള മാത്രമാണോ വേണ്ടത്, അതോ മറ്റുള്ള മദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്താമോ തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സർക്കാരിൻ്റെ മദ്യനയമാണ്. അത് പുറത്തു വരട്ടെ. ഇനി ഒരു കാര്യം, ഡോക്ടർ ഗോപൻ വലിയ വാക്കിൽ ഈ നമ്മുടെ ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ പറയുന്ന പോലെ അദ്ദേഹം പറയല്ലോ, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന പോലെ വലിയ അഭിമാനത്തോടു കൂടി, സർക്കാർ മാറി 30 ദിവസമായുള്ളൂ, വലിയ അഭിമാനത്തോടു കൂടി പറയാണ് ബിവറേജസ് ഈസ് എ ഡേർട്ടി ബിസിനസ്, അത് സർക്കാർ ചെയ്യാൻ പാടില്ല എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡോക്ടർ ഗോപൻ, ഏത് സർക്കാരാണ് ബാറുകളുടെ സമയം നീട്ടിക്കൊടുത്തത്? 10 മണി വരെ, രാത്രി 10 മണി വരെ ഇത് തുറന്നു പിടിക്കാം എന്ന് തീരുമാനിച്ചത് ഏത് സർക്കാരാണ്? 200 മീറ്റർ റിലീജിയസ് ഓർഗനൈസേഷൻ്റെ അടുത്ത് നിന്ന്, അതായത് പള്ളികളുടെയും അമ്പലങ്ങളുടെയും മോസ്കുകളുടെ അടുത്ത് നിന്ന് 200 മീറ്റർ ആയിരുന്ന ചുറ്റളവ് വ്യാപ്തി കുറച്ച് 50 മീറ്ററൊക്കെ കൊടുത്തത് ഏത് സർക്കാരാണ് ഡോക്ടർ ഗോപൻ? അടിക്കടി നികുതി വർദ്ധിപ്പിച്ചത് ഏത് സർക്കാരാണ് ഡോക്ടർ ഗോപൻ? 20 രൂപ ആദ്യം അടയ്ക്കണം കുപ്പി തിരിച്ചു കിട്ടണമെങ്കിൽ, എന്നിട്ട് കുപ്പി കൊണ്ടുവന്നിട്ട് അത് മേടിച്ചുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞത് ഏത് സർക്കാരാണ് ഡോക്ടർ ഗോപൻ? അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതിനെ അങ്ങ് ഖണ്ഡിക്കാൻ ശ്രമിച്ചു. 29 ഉണ്ടായിരുന്ന ബാറ് 800-ൽ പരമാക്കിയത് ഏത് സർക്കാരാണ് ഡോക്ടർ ഗോപൻ? CRAGയുടെ റിപ്പോർട്ട് പ്രകാരം ബാർ മുതലാളിമാരിൽ നിന്ന് 856 കോടി രൂപ TOT ഇപ്പോഴും പിരിച്ചെടുക്കാനുള്ളത് ഏത് സർക്കാരാണ് ഡോക്ടർ ഗോപൻ? എന്നിട്ട് വലിയ വാക്കി പറയാണ്, വലിയ അഭിമാനത്തോടു കൂടി പറയാണ് ബിവറേജസ് ഇസ് എ ഡേർട്ടി ബിസിനസ്, അത് ആര് ചെയ്യാൻ പാടില്ല? ഗവൺമെന്റ് ചെയ്യാൻ പാടില്ലെന്ന്. സംസ്ഥാനത്ത് മദ്യനയം എന്നത് വെറും കടലാസ് മാത്രമായ കാലമായിരുന്നു LDFൻ്റെത്. അതിനെ തിരുത്താൻ തന്നെയാണ് ഞങ്ങൾ വോട്ട് കിട്ടിയത് എന്നതിൽ സംശയമില്ല. പക്ഷേ സ്വപ്നം കാണാത്ത കാര്യമാണ് എന്റെ പേര് കൊണ്ടുവെക്കുന്നത്. അല്ല, ബെവറേജസ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാനത് പറയാനിരിക്കുകയായിരുന്നു CPK. അല്ലല്ല, ഞാൻ അദ്ദേഹം അത് പൂർത്തിയാക്കി, അല്ല ശ്രീ PK ഗോപൻ, അദ്ദേഹം പൂർത്തിയാക്കിയ ശേഷം ഞാൻ അത് പറഞ്ഞിട്ടേ താങ്കളിലേക്ക് വരുമായിരുന്നുള്ളൂ. ഞാനത് അദ്ദേഹം ഇടയ്ക്ക് കയറി ഇടപെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ ഗോപികൃഷ്ണൻ, താങ്ക് യു. ഓക്കെ, ഞാൻ അതിൻ്റെ ഉത്തരം പറയട്ടെ. ശ്രീ ഗോപികൃഷ്ണൻ ആൻഡ് ഡോക്ടർ ഗോപൻ, ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ വാക്കുകളെ പറ്റി കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വാക്ക് ഡോക്ടർ ഗോപൻ പറഞ്ഞു എന്നല്ല, അങ്ങനെയുള്ള കണക്കിനാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനം എന്നാണ്. അതായത് സർക്കാർ ബിവറേജസ് കച്ചവടം ചെയ്യുന്നത് ശരിയല്ല എന്ന കണക്കിന് അദ്ദേഹം വർത്തമാനം പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ സർക്കാരിൻ്റെ കാലത്ത് അത് അപ്പാടെ അങ്ങ് ഉപേക്ഷിച്ചവരാണ് കൂട്ടർ എന്ന കണക്കിന് അദ്ദേഹം വർത്തമാനം പറഞ്ഞു എന്നാണ്. ആ വാക്ക് അദ്ദേഹം പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാക്കുകളെ പറ്റി കൃത്യമായ ബോധ്യം, സ്ഥലകാല ബോധമുള്ള ആൾ തന്നെയാണ് ഞാൻ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് റെക്കോർഡ് പരിശോധിക്കാം, ഇല്ലെങ്കിൽ ഞാൻ മാപ്പും പറയാം. ഇനി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നത് എന്താണ്? ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ടാക്സ് ഇപ്പോൾ ഏർപ്പെടുത്തി എന്നത് മാത്രമാണ് പ്രാരംഭഘട്ടത്തിൽ ഈ സർക്കാർ തീരുമാനിച്ചത്. അത് ബഡ്ജറ്റിൽ തന്നെയാണല്ലോ പ്രഖ്യാപിക്കേണ്ടത്. ബഡ്ജറ്റിൽ ഈ സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇനി അതിൽ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള മാത്രമുള്ള മദ്യമാണോ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ വീര്യം എത്ര വരെയുള്ളത് അതിൽ ഉൾപ്പെടുത്താം എന്നതെല്ലാം സർക്കാരിൻ്റെ മദ്യനയം വരുമ്പോഴാണ് രൂപീകരിക്കപ്പെടുക. ആ സർക്കാരിൻ്റെ മദ്യനയം പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ആശങ്കകൾക്കെല്ലാം പരിഹാരമുണ്ടാകും. അല്ലാതെ ബ്രൂവറിയും ഡിസ്റ്റിലറിക്കും നാടുമുട്ടും ലൈസൻസ് കൊടുക്കുന്ന, ബാറുകൾക്ക് മുഴുവൻ നാടൊട്ടുക്കും അങ്ങോട്ട് കൊണ്ടുപോയി ലൈസൻസ് കൊടുക്കുന്ന, നവകേരള യാത്രയ്ക്ക് ബാർ മുതലാളിമാരിൽ നിന്ന് പൈസ മേടിച്ചതിൻ്റെ പേരിൽ അവരിൽ നിന്നുള്ള ടാക്സ് വേണ്ടെന്ന് വെക്കുന്ന സർക്കാരല്ല ഈ സർക്കാർ. അത് തിരുത്താൻ തന്നെയാണ് വോട്ട് കിട്ടിയതെന്ന കൃത്യമായ ബോധ്യമുണ്ട്. അത് തിരുത്താൻ തന്നെയാണ് 102 സീറ്റ് ജനം തന്നതെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ അതിൽ അഴിമതിയുടെ യാതൊരുവിധ ലാഞ്ചനയുമില്ല. ഞാൻ അതിലേക്ക് വരാം. അഡ്വക്കേറ്റ് വസന്ത്, ഒറ്റ കാര്യത്തിന് പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ എനിക്ക് മറ്റുള്ള അതിഥികളിലേക്ക് പോകാം. ഈ സർക്കാരിന്റെ മദ്യനയം വരാനിരിക്കുന്നതേ ഉള്ളൂ, ശരി. ഈ നികുതി ഘടന നിശ്ചയിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ശരി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബാറുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള സമയം നീട്ടി നൽകാൻ തീരുമാനമെടുത്തു എന്നത് ശരി. കൂടുതൽ മദ്യശാലകൾ തുറന്നു, ശരി. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടിൽ മദ്യ ഉപഭോഗത്തിൻ്റെ എണ്ണം, ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായ ഒരു ശ്രമമോ ആഗ്രഹമോ നയമോ നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ
ഇങ്ങനെ നിങ്ങൾ ചെയ്യുമായിരുന്നു എന്ന ചോദ്യത്തിന് ഒരു മറുപടി. ഞാൻ അതിനുശേഷം മറ്റതിഥികളിലേക്ക് പോകും. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. മദ്യ മയക്കുമരുന്ന് ഉപഭോഗങ്ങൾക്ക് എതിരായിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടമാണ് കഴിഞ്ഞ 30 ദിവസമായി നിങ്ങൾ കാണുന്നത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഏതെങ്കിലും സർക്കാർ ഇന്ത്യ സംസ്ഥാനത്ത് അങ്ങനെ ഒരു പ്രോഗ്രാമുമായി മുമ്പോട്ട് പോയിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ എത്ര പേരെയാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? എത്രത്തോളം മയക്കുമരുന്നുകളാണ് പിടിച്ചെടുക്കപ്പെടുന്നത്? അപ്പം ഞങ്ങളുടെ ഇൻറ്റൻഷൻ ശരിയാണ്. ആ ഇൻറ്റൻഷൻ ഈ വരുന്ന മദ്യനയത്തിലും പ്രതിഫലിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ശരി, അത് വലിയ വൈരുദ്ധ്യം അതാണ് അതിനകത്തുള്ളത്. അതിനകത്ത് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് മദ്യം ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. അതേസമയം തന്നെ ഈ മദ്യവിരുദ്ധ മയക്കുമരുന്ന് വിരുദ്ധ വേട്ട വളരെ ശക്തമാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശ്രീ വസന്ത് തെങ്ങുംപള്ളി, താങ്കളുടെ സർക്കാരിനെ കുറിച്ച് മാത്രമല്ല, കേരളത്തിൽ വന്നിട്ടുള്ള സർക്കാരുകളെ കുറിച്ചാണ്. ശ്രീ ഗോപികൃഷ്ണ, എനിക്ക് 3 പേരും പറഞ്ഞതിൽ പ്രതികരിക്കാനുണ്ട്. അങ്ങ് സമയം തരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചുരുക്കി ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, ശ്രീ വസന്ത് ആ ഓഡിയോ ക്ലിപ്പ് പരിശോധിച്ചിട്ട് മാപ്പ് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ചർച്ചയിലെങ്കിലും. 2, VS അച്യുതാനന്ദൻ്റെ കാലത്ത് ശ്രീ PK ഗുരുദാസൻ എക്സൈസ് വകുപ്പ് മന്ത്രി, അതിനുശേഷം നമ്മുടെ 2 ഗവൺമെൻറ്റുകൾ, ആ 2 ഗവൺമെൻറ്റുകളിലെ എക്സൈസ് വകുപ്പ് മന്ത്രി. ഞാൻ സമകാലീന തലത്തിൽ പറയുന്നു, 15 കൊല്ലത്തെ LDFൻ്റെ എക്സൈസ് ഭരണത്തിൽ ഇന്ത്യ രാജ്യത്ത് ഏത് എക്സൈസ് വകുപ്പിനെ കുറിച്ചും അഴിമതി ആരോപണമുണ്ട്. കേരളത്തിൽ തന്നെ UDFൻ്റെ കാലത്തെ K ബാബു, 1 പൈസയുടെ അഴിമതി ആരോപണം 15 കൊല്ലത്തെ LDFൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടില്ലാത്തവരുടെ പേരാണ് കേരളത്തിൽ LDF. ഒന്നാമത്തെ കാര്യം. 2, ചാരായം നിരോധിച്ചതിൻ്റെ ഒരു ശുദ്ധിയെക്കുറിച്ച് ഇവിടെ പ്രസാദ് സാർ പറഞ്ഞു. ചാരായം നിരോധിച്ചു, ബാറുകളുടെ എണ്ണം കുറഞ്ഞു. സാർ, കേരളത്തിലെ മദ്യത്തിൻ്റെ ഉപഭോഗം കുറഞ്ഞിട്ടില്ല. ചാരായം നിരോധിച്ചത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നമായിരുന്നു. മദ്യഷാപ്പുകളുടെ എണ്ണം കുറച്ചത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നമായിരുന്നു. ആഭ്യന്തര പ്രശ്നം അല്ലെങ്കിൽ ആ 29 ബാർ നിലനിർത്തിക്കൊണ്ട് ബാക്കി മൊത്തം ക്യാൻസൽ ചെയ്യാൻ UDFന് കഴിയുമോ എന്ന് അങ്ങ് ചോദിക്കുക. അപ്പോൾ അതല്ല പ്രശ്നം. ഇനി അടുത്ത പ്രശ്നം, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നതിനെക്കുറിച്ച് അങ്ങ് തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മദ്യഷാപ്പുകൾ ജനസംഖ്യാനുപാതികമായിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ്. നോർത്ത് ഇന്ത്യയിലെ ഗ്രാമീണ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചാലും ഏത് മുറുക്കാൻകടയിലും വിദേശ മദ്യങ്ങൾ കിട്ടും, മറ്റു മദ്യവും കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ. അപ്പോൾ അത് താരതമ്യേന കുറവ് ഇവിടെയാണ്. ഇനി നമ്മുടെ ഉദയഭാനു കമ്മീഷനെ കേരളത്തിൽ വെക്കുന്നത് ശിവദാസ മേനോൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായി LDFൻ്റെ കാലത്തിരിക്കുമ്പോഴാണ് ഉദയഭാനു കമ്മീഷനെ വെച്ച്, ആ കമ്മീഷൻ്റെ നിർദ്ദേശമാണ് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണം. ആ ഇവിടെ നേരത്തെ വസന്ത് പറഞ്ഞു, വീര്യം കുറഞ്ഞ മദ്യം എന്നല്ലാതെ സ്പിരിറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുവോ പഴം ഉപയോഗിച്ച് ഉണ്ടാക്കുമോ എന്ന് പറഞ്ഞിട്ടില്ലെന്നാ. വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് മദ്യനയത്തിൽ വന്ന കാര്യം. അത് കഴിഞ്ഞതിന് ശേഷം ഏത് വീര്യം കുറഞ്ഞ മദ്യനയമാണെന്നുള്ളതാണ് നമ്മൾ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പഴം പച്ചക്കറി പറഞ്ഞത്. സ്പിരിറ്റിൻ്റെ കാര്യം ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം ആ ഓർഡർ വെച്ചുകൊണ്ട് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇനി ഇതിൻ്റെ ഉപഭോഗത്തെ സംബന്ധിച്ച് മദ്യത്തിൻ്റെ ഇവിടെ ആശങ്ക ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയാം. ശ്രീ ഗോപികൃഷ്ണ, MD മന്മഥൻ സാറാണ് കേരളത്തിൽ ഏറ്റവും മനോഹരമായി മദ്യവിരുദ്ധ പ്രസ്ഥാനം നടത്തി നേതൃത്വം വഹിച്ച ഒരാൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെ വേണമെങ്കിൽ പറയാം. അത് ഞാൻ ഈ ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് മറ്റൊരാവശ്യത്തിന് വേണ്ടി നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നന്നായിട്ട് പരിശോധിച്ച ഒരാളാണ്. ഇപ്പോൾ MD മന്മഥൻ സാറിൻ്റെ ഒരു അനുഭവം, അദ്ദേഹം കോട്ടയം തിരുനക്കര മൈതാനത്ത് വന്ന് ഒരു വലിയ സമ്മേളനം, അദ്ദേഹത്തിൻ്റെ കേരള യാത്രയുടെ ഭാഗമായിട്ടാണ്, ഒരു ഡെസ്ക് എടുത്തിട്ടു. എന്നിട്ട് അതിൽ 1 ഗ്ലാസ് ചാരായം വെച്ചു, 1 ഗ്ലാസ് പച്ചവെള്ളം വെച്ചു. അദ്ദേഹം മദ്യം കുഴപ്പമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അവിടെ കൂടിയുന്ന ആളുകളുടെ നടുവിൽ ഇതിട്ട് കൊടുത്തു. എന്നിട്ട് ഈ പച്ചവെള്ളത്തിൽ ഒരു പുഴുവിനെ എടുത്തിട്ടു. അത് ഇങ്ങനെ നീന്തി തുടിച്ച് നല്ല സന്തോഷവതിയായി ആ പുഴു അവിടെ അഭിരമിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ പുഴുവിനെ എടുത്ത് ചാരായത്തിലിട്ട് കൊടുത്തു. രണ്ടും കളറൊന്നാണല്ലോ. ചാരായത്തിൽ കിടന്ന് ഈ പുഴു പെടഞ്ഞു മരിച്ചു. അപ്പം മന്മഥൻ സാറ് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്ത് പാഠം പഠിക്കാൻ കഴിഞ്ഞു? അപ്പോൾ അവിടെ മദ്യപിക്കുന്ന ഒരു ബിരുദൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാറേ, എനിക്കൊരു കാര്യം മനസ്സിലായി, നല്ല ചാരായം കുടിച്ചാൽ വയറ്റിലുള്ള മുഴുവൻ അണുക്കളും നശിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇങ്ങനെയുള്ള ആളുകളെടുക്കൽ നമ്മൾ മദ്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് പ്രചാരണം നടത്തിയിട്ട് കാര്യമില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തത്, ഈ മദ്യം എത്രത്തോളം ഒഴിവാക്കുന്നോ അതിനേക്കാൾ ഭീകരമായ മറ്റു മദ്യങ്ങളും മയക്കുമരുന്നും ഉണ്ടാകുമെന്ന് വരുത്തി തർക്കമില്ല. ഇത് നമ്മൾ കാണണം. ഇനി അടുത്തൊരു സാമ്പത്തിക പ്രശ്നം എന്താ? GST വന്നതോടുകൂടി സ്റ്റേറ്റുകൾക്ക് ടാക്സ് ഏർപ്പെടുത്താൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏതാ? എണ്ണയും മദ്യവും മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നിലും ടാക്സ് ഇല്ല. ആ ടാക്സാണ് നമ്മൾ 251% ടാക്സ് ഏർപ്പെടുത്തി LDFൻ്റെ കാലത്ത് നിലനിൽക്കുന്ന ടാക്സ്. ആ ടാക്സ് കുറച്ചാൽ നിങ്ങൾ 2 നിഷ്പക്ഷമതികളെന്ന്
അതിരിക്കട്ടെ, മദ്യവിരുദ്ധ സമിതിക്കാരെങ്കിലും ഞാൻ പറയുകയാണ്, പ്രസാദ് സാർ ഉൾപ്പെടെ പറ, ആ ടാക്സ് കുറച്ചാൽ മദ്യത്തിൻ്റെ ഉപഭോഗം കൂടുമോ കുറയുമോ? ഇവിടെ ടാക്സ് കുറച്ച് മദ്യത്തിൻ്റെ ഉപഭോഗം കൂട്ടുക എന്ന് മാത്രമല്ല, അങ്ങ് നേരത്തെ പറഞ്ഞ ജെൻസി ജനറേഷൻ ഉണ്ടല്ലോ, ആ ജെൻസി ജനറേഷൻ പെടുന്ന ആളുകൾ റെഡി ടു ഡ്രിങ്ക് ആണിത്. അതായത് വെള്ളം ചേർക്കാതെ മറ്റ് സാധനങ്ങൾ ചേർക്കാതെ പെട്ടെന്ന് വാങ്ങിച്ച് കുടിക്കാൻ കഴിയാവുന്ന റെഡി ടു ഡ്രിങ്ക് ആണ്. അതിലേക്ക് ജെൻസിയെ കൊണ്ടുപോകുന്ന ഭീകരമായ ഒരു ദുരന്തം കൂടി ഈ ശ്രീ സി ആർ നീലാണ്ടനിലേക്ക് കൂടി ഒന്ന് പോവാണ്. സി ആർ പെട്ടെന്നൊന്ന് മറുപടി പറയുമോ? സമയം കുറവാണ്, അതാണ് താങ്കളുടെ ഒരു കൺക്ലൂഡിംഗ്. അല്ല, മദ്യം ഏത് തരത്തിലാണെങ്കിലും വ്യാപിക്കുന്നതിനെ 100% എതിർക്കുന്ന ഒരാളാണ് ഞാൻ. വേറൊന്നും ഉണ്ടല്ല, മദ്യം വ്യാപിച്ചാൽ അത് മയക്കുമരുന്ന് തടയും എന്ന വാദം ഒരു കാലത്ത് നിലനിൽക്കുന്നതല്ല എന്ന് ഒരുപാട് കണക്കുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതാ ഞാൻ പറഞ്ഞു, 850 ബാർ ഉണ്ടായിട്ടും കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടി എന്നുള്ളത് സർക്കാരിന് തന്നെ കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ വാദത്തിനോട് എനിക്ക് യോജിപ്പില്ല. അത് UDF ഉയർത്തിയാലും LDF ഉയർത്തിയാലും ഇനി വേറെ ആരെങ്കിലും ഉയർത്തിയാലും. ഏതായാലും ലോ ആൽക്കഹോളിക് ബെവറേജസ് കേരളത്തിലേക്ക് വരുമ്പോൾ അത് പുതുതലമുറയെ കുടിപ്പിച്ച് കിടത്തുന്ന ഒന്നായി മാറുമെങ്കിൽ UDFന്റെ മദ്യനയം ആ നിലയ്ക്ക് വിമർശിക്കപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതേസമയം തന്നെ മദ്യവും മയക്കുമരുന്നും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഈ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ പൂർത്തിയാക്കുകയാണ്. എൻകൗണ്ടർ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.